എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ നമ്മുടെ ആസും ജിമ്മനും അവർ രണ്ടുപേരും ആ ബ്രദേഴ്സുമായിട്ട് വീണ്ടും മത്സരിക്കുകയാണ്. മത്സരത്തിനെല്ലാം ഒടുവിൽ ഇപ്പൊ എല്ലാവർക്കും കിട്ടിയ പോയിന്റ്സുമായിട്ട് അവർ കാലിഗോ മാസ്റ്ററിന് അടുത്തേക്ക് വരും. മാസ്റ്റർ ആണെങ്കിൽ ആ പോയിന്റ്സ് എല്ലാം കൗണ്ട് ചെയ്യും. ഇപ്പോ നമ്മുടെ ആസിന് കിട്ടിയിരിക്കുന്നത് 21,800 ആണ്. അതുപോലെ തന്നെ ജിമ്മിന് കിട്ടിയിരിക്കുന്നത് 18,600 പോയിന്റ്സ് ആണ്. ആ ബ്രദേഴ്സിനാണെങ്കിൽ 16,500 വെച്ചും കുറുമയ്ക്കാണെങ്കിൽ 19,200 പോയിന്റ്സും കിട്ടും. അങ്ങനെ ക്ലാര പെണ്ണ്, ചുന്തരിച്ചക്കൻ, അങ്ങനെ ഓരോരുത്തരുടെയും പോയിന്റ്സ് ഇപ്പൊ മാസ്റ്റർ അനൗൺസ് ചെയ്യും. ഒരേ ഒരാളുടെ മാത്രം മാർക്ക് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, നമ്മുടെ ഹീറോയുടേത്. മുൻപത്തേത് പ്രകാരമാണെങ്കിൽ അവൻ ഇപ്പോഴും 0 തന്നെ ആയിരിക്കണം. കാലിഗോയ്ക്കാണെങ്കിൽ ഹീറോയുടെ അവസ്ഥയൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് ചിരിയൊക്കെ വരും. കാലിഗോ ആള് മൈക്ക് ഓൺ ചെയ്ത് എല്ലാവരോടുമായിട്ട് അനൗൺസ് ചെയ്യും. ആരാണോ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് എടുക്കുക അവരായിരിക്കും ഈ ടെസ്റ്റിൽ വിജയിക്കുക. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ പച്ചമുടി പെണ്ണ് ക്ലാരയെയും ആസിനെയും കാണിക്കും. ഒരുപാട് സമയത്തിന് ശേഷമാണ് അവരിപ്പോ പരസ്പരം കണ്ടുമുട്ടിയിരിക്കുന്നത്. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവർ ഹാൻഡ് ഷേക്ക് ഒക്കെ കൊടുത്ത് ഹഗ് ചെയ്യും. അവർക്ക് രണ്ടുപേർക്കും ഇനി കാണേണ്ടത് അവർ ഒരുപാട് സ്നേഹിക്കുന്ന അവരുടെ മാസ്റ്റർ നമ്മുടെ ഹീറോയാണ്. ഹീറോയെ കണ്ടെത്താനായിട്ട് രണ്ടുപേരും ഉഷാറായിട്ട് ഇപ്പൊ മുൻപോട്ടേക്ക് ഓടും. ക്ലാര പറയും, നീയല്ല, അവൻ ആദ്യം കാണേണ്ടത് ഞാനാണ്, ഞങ്ങളാണ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് ആസിനെ തള്ളിയിട്ട് മുൻപോട്ടേക്ക് പോകും. അതിന് ആസ് ആണെങ്കിൽ അവളെ പിടിച്ചു വലിച്ച്, നീയൊന്നും അല്ല, ഞാനും അവനുമാണ് അട്ട ചങ്സ്, ഞങ്ങൾ രണ്ടുപേരും ബോയ്സ് ആണ്, ഞങ്ങളുടെ വൈബൊന്നും നിനക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് അവരിപ്പോ 150 പറഞ്ഞ് 100 പറഞ്ഞ് ഒരു ഞാട്ടിയിടി ബഹളത്തിനൊക്കെ ശേഷം വീണ്ടും അവർ ഹീറോയെ അന്വേഷിച്ച് മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അവർക്ക് രണ്ടുപേർക്കും ഉറച്ച വിശ്വാസമുണ്ട് ഹീറോയ്ക്ക് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്സ് എന്ന്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഹീറോ അവൻ താഴേക്ക് വീണ് ഇപ്പൊ ബോധമൊക്കെ കെട്ട് കിടക്കുകയാണ്. അവൻ പതിയെ കണ്ണു തുറക്കും. ചുറ്റും ഒരുപാട് ബീസ്റ്റുകളൊക്കെ ചത്ത് കിടക്കുന്നതായിട്ട് കാണും. അതിനവന്റെ പെറ്റ് ബീസ്റ്റ് പറയും, നീ ബോധം കെട്ട് താഴെ വീണ് നിന്റെ കാലിന് പരിക്കുപറ്റി, കുഴപ്പമില്ല, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോണം. നീ ബോധം കെട്ട് കിടന്ന സമയത്ത് ഈ ബീസ്റ്റുകളെല്ലാം തന്നെ നിന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. ഞാനാണ് ഒറ്റയ്ക്ക് ഇവറ്റകളോട് ഫൈറ്റ് ചെയ്ത് ഇവറ്റകളെ തോൽപ്പിച്ച് ഈ ലെജൻഡറി ലീഫിനെയും നിന്നെയും പ്രൊട്ടക്ട് ചെയ്തെന്ന് പറയും. ഹീറോ ആണെങ്കിൽ എഴുന്നേറ്റ് മുകളിലേക്ക് കയറാൻ ശ്രമിക്കും. പക്ഷെ ഓൾറെഡി അവന്റെ കാലിന് പരുക്ക് പറ്റിയതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് കയറാൻ കഴിയില്ല. ഉടനെ ആ ഡീമൻ ആണെങ്കിൽ താഴേക്ക് വരികയാണ്. ആദ്യം അതിനെ കണ്ട് ഹീറോ ഒന്ന് പേടിക്കും. ആ ഡീമൻ ചോദിക്കും, നിനക്ക് നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ ചിറകുകൾ അത് നിവർത്തി നിനക്ക് പറന്ന് കയറിക്കൂടെ? ഹീറോയ്ക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം അവന് ചിറകുകളില്ല എന്നുള്ള കാര്യം ആ ഡീമൺ അറിയില്ല. അവൻ ഒരു ഹ്യൂമൺ ആണ്. അതാ ഡീമൺ മനസ്സിലാക്കിയ ഒരു പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു ഫ്രണ്ട്ലി നേച്ചറൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ആ ഡീമൺ മോൺസ്റ്റർ ആണെങ്കിൽ ഹീറോയോട് പറയും, നിനക്ക് പറക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു വള്ളിച്ചെടി ഇതിൽ പിടിച്ചു കയറാൻ പറ്റുമോ? പക്ഷെ ഇത് വളരെ ചെറുതാണ്, കുറെ വെള്ളമൊക്കെ ഒഴിച്ച് ഇത് വളർന്ന് വലുതായ മാത്രമേ നിനക്കിതിൽ പിടിച്ചു കയറാൻ പറ്റൂ. ഹീറോയ്ക്ക് ഉടനെ ഒരു ബുദ്ധി വെളിച്ചം ഉണ്ടാവും. അവനവന്റെ ബ്ലഡ് അതൊരൽപ്പം കുത്തി പുറത്തേക്ക് എടുത്ത് അതില് അവന്റെ മാജിക് അപ്ലൈ ചെയ്ത് ഞൊടിയിടയിൽ അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ്. അവന്റെ ബ്ലഡ് അതാ ചെറിയ ചെടിയിൽ വീണ് അത് ഞൊടിയിടയിൽ വളർന്ന് അതിലൂടെയാണ് ഹീറോ ഇപ്പൊ പുറത്തേക്ക് വന്നത്. ഹീറോ പുറത്തേക്ക് എത്തേണ്ട താമസം കാലിഗോ സെൻസായുടെ ഒരു സ്പീക്കർ അവന്റെ അടുത്തേക്ക് വരികയാണ്. അതിലൂടെ കാലിഗോ സെൻസായി പറയും, ഇത്രയും ദിവസമായിട്ട് നിന്റെ പോയിന്റ്സ് 0 ആണ്, അത് കൺഫേം ചെയ്യട്ടെ, മറ്റെന്തെങ്കിലും പോയിന്റ്സ് നിനക്ക് ഏൺ ചെയ്യാൻ പറ്റിയോ? ഹീറോ ആണെങ്കിൽ അതൊക്കെ കേട്ട് ചിരിക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ലീ അവനാണെങ്കിൽ ഒരു ടെമ്പിളിലേക്ക് വന്ന് അവന്റെ പവർ ഒക്കെ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്ത് ഒരു മാജിക്കൽ പോട്ട് അവിടുന്ന് സ്വന്തമാക്കി പുറത്തേക്ക് വരും. അവനാണെങ്കിൽ ആ പോട്ടിലേക്ക് നോക്കും. അതിന് 20,000ഓളം വാല്യൂ ഉണ്ട്. 20,000 എങ്കിലും എനിക്ക് നേടാൻ കഴിഞ്ഞല്ലോ എന്ന ആശ്വാസത്തിലിരിക്കുമ്പോഴായിരിക്കും അവന് പെട്ടെന്ന് ആ എക്സ് പെണ്ണിന് ഓർമ്മ വരിക. അവളാണ്. ലീ ആണെങ്കിൽ ഒരുപാട് ദൂരം അലഞ്ഞ് ഇപ്പൊ ഹീറോയുടെ അടുത്തേക്ക് വരും. ഹീറോയെ കണ്ട സന്തോഷത്തിൽ അവൻ ഹീറോയെ കെട്ടിപ്പിടിക്കുകയാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഒരു വാല്യുബിൾ ആയിട്ടുള്ള പോട്ട് അത് കണ്ടുപിടിച്ചു. അതിന് 20,000 വാല്യൂ ഉണ്ട്. ആ എക്സ് പെണ്ണ് അവൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പോയിന്റ്സ് അത് അടിച്ചു മാറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ പോയിന്റ് അത് ഒരുപാട് കൂടുതലായിരുന്നേനെ. ലീ ആണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് പറയും. ഫ്ലാഷ് ബാക്കിൽ ആ എക്സ് പെണ്ണ് അവള് അവന്റെ അടുത്തേക്ക് വന്ന് അവനോട് പറയും, നിന്നെ കാണാൻ ആക്ച്വലി ഒരു ഭംഗിയുമില്ല, നീ വളരെ ഷോർട്ടാണ്, ഒരു പെൺകുട്ടിക്കും നിന്നെ ഇഷ്ടപ്പെടില്ല. ഹീറോയ്ക്കാണെങ്കിൽ ലീ അത് പറയുമ്പോൾ തന്നെ മനസ്സിലാവും അവനും നമ്മുടെ ഹീറോ പെട്ടുപോയതുപോലെ തന്നെ ഒരു ഇല്യൂഷനിൽ പെട്ടുപോയിരുന്നു. ഹീറോ അവനെ ആശ്വസിപ്പിക്കും, നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് വെറും ഒരു ഇല്യൂഷനാണ്, നീ അതിൽ പെട്ടുപോയെന്ന് മാത്രം. ഹീറോ ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കുകയാണ്, ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിക്കാൻ യാതൊരു ചാൻസും ഇല്ല, അത് വെറും ഒരു ഇല്യൂഷനാണ്, അതുപോലൊന്ന് എനിക്കും ഉണ്ടായി എന്ന് പറയും. പക്ഷെ ലീക്കാണെങ്കിൽ അതിൽ തീരെ വിശ്വാസമില്ല. പക്ഷെ ഹീറോ പറയുമ്പോൾ അവൻ എന്തൊക്കെയോ സംശയം തോന്നും. കാരണം അവന്റെ തൊട്ടടുത്ത് ഒരു ഡീമൺ ഫ്ലവർ ഉണ്ടായിരുന്നു.
ഒരുപക്ഷെ അവന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് അങ്ങനെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തത് അതായിരിക്കുമോ എന്നവൻ ചിന്തിക്കും. ഹീറോ പറയും, കുഴപ്പമില്ല, നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നീ അവരെ കോൺടാക്ട് ചെയ്ത് ചോദിക്കും. അവനാണെങ്കിൽ ഞൊടിയിടയിൽ ഇപ്പോ കുറുമയെ വിളിക്കുകയാണ്. അവളുടെ അടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ലീ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതിൽ കുറുമ പറയും, അയ്യോ ഇല്ല ഇല്ല, ഞങ്ങൾ 3 പേരും ഒരുപാട് സമയമായി ഒന്നിച്ച് തന്നെയാണ്. എക്സ് പെണ്ണ് അവൾ ഒരിക്കലും ഒറ്റയ്ക്ക് എവിടേക്കും പോയതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. കുറുമ എക്സ് പെണ്ണിനോട് ഈ കാര്യം ചോദിക്കും. അതിന് അവൾ പറയും, ഇല്ല ഒരിക്കലും ഇല്ല, ഞാൻ ആരോടും അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. അത് കേൾക്കുമ്പോൾ ലീക്കും ഒരുപാട് സമാധാനമാവുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്കിൽ കുറുമയാണെങ്കിൽ എക്സ് പെണ്ണിനും ക്ലാരയ്ക്കും ദൂരെയായിട്ടൊരു കാസ്റ്റിൽ കാണിച്ചു കൊടുക്കും. അവിടെയാണെങ്കിൽ ഒരിഞ്ഞ യുദ്ധം നടക്കുകയാണ്. കുറുമ പെണ്ണ് പറയും, എനിക്ക് ആ കാസ്റ്റിൽ ഒരുപാട് ഇഷ്ടമായി. എൻ്റെ പ്രോഗ്രാംസ് നടത്താനും എനിക്ക് ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും ആ കാസ്റ്റിൽ ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗേൾസ് ആണെങ്കിൽ ഇപ്പൊ ആ കാസ്റ്റിലേക്ക് വരും. അവിടെ ഓൾറെഡി ആ ചുന്ദര കുട്ടപ്പനുണ്ട്. അവനാണെങ്കിൽ ആ ഗേൾസിനോടൊക്കെ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യാണ്. എക്സ് പെണ്ണാണെങ്കിൽ ആ കാസ്റ്റിന്റെ അടുത്തേക്ക് വന്ന് അവിടെയുള്ളവരെ എല്ലാവരെയും ഡൈവേർട്ട് ചെയ്ത് ഒരുപാട് ബീസ്റ്റുകളെ അവൾ അവളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരികയാണ്. ബീസ്റ്റുകളാണെങ്കിൽ അവളുടെ കൺട്രോളിലാവുകയാണെന്ന് പോലും തിരിച്ചറിയാതെ അവൾ ചെയ്യുന്ന കാര്യങ്ങളും അവളെയും ഫോളോ ചെയ്ത് അങ്ങനെ വരും. ഇവിടെ ആ ഗേൾസ് ആണെങ്കിൽ തറപ്പിച്ച് പറയും, ഈ ഒരു കാസ്റ്റിൽ അത് ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങളെപ്പോലുള്ള ചുന്ദരികളായിട്ടുള്ള ഗേൾസ് ആണ് ഇവിടെ താമസിക്കേണ്ടത്. അതിനാ ചുന്ദര കുട്ടപ്പൻ അവൻ ടെൻഷനാവും. ഒരിക്കലുമില്ല, ഇത് കണ്ടെത്തിയതും ഇത്ര അടിപൊളിയാക്കി ഇത് ഉണ്ടാക്കിയതൊക്കെ ഞാനാണ്, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇതെന്റെ ജീവൻ പോയാലും ഞാൻ ആർക്കും വിട്ടു തരില്ല എന്ന് അവനിപ്പോ അടിച്ചു പറയും. അവനാണെങ്കിൽ അവന്റെ സോൾജിയർ ബീസ്റ്റുകളൊക്കെ ഉപയോഗിച്ച് ഇപ്പൊ ഗേൾസിന്റെ ബീസ്റ്റുകളെയും ഗേൾസിനെയൊക്കെ അറ്റാക്ക് ചെയ്യാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ലീ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കാസ്റ്റലിന്റെ അടുത്തൂടെ ആടിപ്പാടി നടക്കുന്ന നമ്മുടെ എക്സ് പെണ്ണിന്റെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ മനസ്സിൽ ഒരുപാട് ഡൗട്ടുണ്ട്. അവനോട് സംസാരിച്ചിട്ടൊന്നും അവന്റെ മനസ്സിലെ സംശയം അത് തീർന്നിട്ടില്ല. അവനിപ്പോ ഡയറക്റ്റ് ആയിട്ട് അവളോട് ചോദിക്കും, ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കാനാണ് വന്നത്, നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഞാൻ കാണാൻ കൊള്ളില്ല, ഞാൻ ബാഡാണെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടോ? അതിനവള് പറയും, അയ്യോ ഇല്ല ഇല്ല, നീ കാണാൻ സുന്ദരൻ തന്നെയാണ്, എനിക്ക് നിന്നെ ഇഷ്ടവുമാണ്. എനിക്കെന്ന് മാത്രമല്ല ഏതൊരു പെൺകുട്ടിക്കും നിന്നെ ഇഷ്ടപ്പെടും, അതിനുള്ള സൗന്ദര്യമൊക്കെ നിനക്കുണ്ട്. അങ്ങനെ അവർ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ ഒരു ഡീമൺ മോൺസ്റ്റർ അതിപ്പോ അവരുടെ അടുത്തേക്ക് വരിക. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന എന്താണെന്ന് അവൾക്ക് മനസ്സിലാവില്ല. ഉടനെ ആ മൂങ്ങാ പെണ്ണ് അവൾ അവിടേക്ക് വന്ന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ എല്ലാവരെയും കൂട്ടി നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വരികയാണ്. അതിനുശേഷം അവർക്ക് മനസ്സിലാവും ക്ലാര അവളിപ്പോൾ കാട്ടില് ഒറ്റയ്ക്കാണ്. കുറച്ച് പോയിന്റ്സ് ഒക്കെ കളക്ട് ചെയ്യാനാണ് അവൾ കാട്ടിലേക്ക് തനിച്ച് പോയതെന്നും അവർ തിരിച്ചറിയും. എത്രയും വേഗം ക്ലാരയുടെ അടുത്തേക്ക് എത്തണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അടുത്തതായിട്ട് ക്ലാരയെ ലക്ഷ്യം വെച്ച് അവളുടെ അടുത്തേക്ക് പോവാണ്. ആക്ച്വലി ഈ കാണുന്ന കണ്ണാടി പയ്യനാണ് എല്ലാ പ്രോബ്ലംസും ക്രിയേറ്റ് ആക്കുന്നത്. ഓരോരുത്തരെയും ട്രോമയിലേക്ക് കൊണ്ടുപോകുന്നത് അവനാണ്. അവന്റെ ഉള്ളിലെ ഒരു നെഗറ്റീവ് ബീസ്റ്റാണ് അവനെ കൺട്രോൾ ചെയ്യുക. കട്ട് ചെയ്ത ഇവിടെ ക്ലാരയെ കാണിക്കും. അവളെയും ആ നെഗറ്റീവ് ബീസ്റ്റ് ഇപ്പൊ കൺട്രോൾ ചെയ്ത് ഒരു ട്രോമയിലേക്ക് കൊണ്ടുപോവാണ്. അവളുടെ മുൻപിൽ ഇപ്പൊ ഒരു ഇല്യൂഷനിൽ നമ്മുടെ ഹീറോ വരും. അവനാണെങ്കിൽ ഇപ്പൊ ക്ലാരയോട് പറയും, എനിക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല, എനിക്കും ആസിനും ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിനും ഒന്നും എന്നെ ഒട്ടും ഇഷ്ടമല്ല. നീ എപ്പോഴും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാണ്, ഞങ്ങൾക്ക് നീ വലിയൊരു തലവേദനയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ഹീറോയിനെ ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ ഇപ്പോ പച്ചമുടി പെണ്ണ് ക്ലാരെ അന്വേഷിച്ച് നടക്കുകയാണ്. കുറുമയാണെങ്കിൽ ഇപ്പോ കുറച്ച് വോൾഫിനൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവർ അതിന്റെ മുകളിൽ കയറി ക്ലാര പെണ്ണിനു വേണ്ടി ആ കാട് മുഴുവൻ അലഞ്ഞു നടക്കും. അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം ദൂരത്തായിട്ട് അവരിപ്പോ ക്ലാരയും ആ ഒരു മോൺസ്റ്ററിനെയും കാണും. ഹീറോ ആണെങ്കിൽ ഞൊടിയിടയിൽ ഇപ്പൊ അവന്റെ അമ്പും വില്ലും ക്രിയേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ആ ബീസ്റ്റിനെ ഫോക്കസ് ചെയ്ത് അതിനു നേരെ ആ അമ്പ് കൊലച്ച് അതിനെ തകർക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.